കച്ചേരി പടാമെത്തി കച്ചേരിക്കാരാനും പോരും നോടി പോരുമ്പം പൂക്കും. ഹലോ രാധേ, എടി ഒരു സന്തോഷ വർത്തമാനം പറയാനാ നിന്നെ വിളിച്ച. എന്റെ മോന്റെ കല്യാണം ഉറച്ചു കേട്ടോ. ഉറപ്പുണ്ടെന്നും അല്ലാതെ അങ്ങനെ കെട്ടിച്ചേരത്തില്ലടി. ആങ്ങളെയൊക്കെ ശരിയാ, പക്ഷെ കെട്ടിച്ചേരത്തില്ല. അതും ശരിയാടി, നമ്മൾ കൊച്ചിലെ പറഞ്ഞു വെച്ചേക്കെ. അതിപ്പോ സമ്മതിച്ചില്ല, നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാനായിട്ടൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് കെട്ടിക്കാന്ന് വിചാരിച്ചു. ഇത് പിന്നെ നിന്നോട് ആദ്യം പറഞ്ഞ എന്റെ മോനോട് പോലും പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് ഇങ്ങനെ വരത്തില്ലയോ? ആ ശരി ശരി ശരി, ആ വിളിക്കാൻ കാത്തിരിക്കുക ഇങ്ങ് വരാന്. എന്റെ ദൈവമേ, കല്യാണമൊക്കെ അടുത്ത് വരുമല്ലയോ? അടുത്ത മാസം നടത്താന്നാ ഞാൻ വാക്ക് കൊടുത്തേക്ക്. നീ ചെറുക്കനിട്ട് എവിടെ പോയി കിടക്കുന്ന? എടാ സുനിയേ, സുനിയേ. അമ്മ, ഞാൻ ഈ വീടിനകത്തല്ലേ ഇരിക്കുന്നത്. പതുക്കെ വിളിച്ചാ പോരെ. ഈ ഹൈ റേഞ്ചിൽ കിടന്ന് വാവക്കുന്ന എന്തിനാ? എന്നിട്ട് വേണം തുടക്കത്തിൽ തന്നെ ഞാൻ റേഞ്ച് താത്ത് കളിച്ചെന്ന് പറയാന്. എന്റെ പൊന്നമ്മ, ഞാൻ ആ മുറിക്കകത്ത് സമാധാനപ്പെട്ടിരിക്കുവായിരുന്നു. ഈ തീക്കൊണ്ടത്തിനിടയിലോട്ട് എന്നെ കൂടെ വലിച്ചിട്ടുണ്ടോ? വല്ല കാര്യം ഉണ്ടായിരുന്നു? എടാ, ഒരു സന്തോഷ വർത്തമാനം പറയാനാ അമ്മച്ചി നിന്നെ വിളിച്ചത്. എനിക്കറിയാം, ഇന്ന് കപ്പൻ തലക്കറി ആയിരിക്കും. എന്റെ ദൈവമേ, എപ്പ കണ്ട നേരെ വിചാരിക്കണ തീറ്റി 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 എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. എടാ അതല്ല, എന്തുവാ നിന്റെ കല്യാണം അമ്മച്ചി അങ്ങ് ഉറപ്പിച്ചു. ഉറപ്പിക്കാനായിട്ട് എന്റെ കല്യാണം എന്തോ ഇളകി കിടക്കുമായിരുന്നു. കല്യാണം അല്ല ഉറപ്പിക്കേണ്ടത്, നിന്റെ തലയിലെ സ്ക്രൂ. കാര്യം പറയാമോ? എന്തുവാ? എടാ, അടുത്ത മാസം അവസാനത്തേക്ക് നിന്റെ കല്യാണം നടക്കും. അമ്മേ, എന്റെ മുറപ്പെണ്ണ് സൗദാമിനി തന്നെയല്ലേ അമ്മേ? ആ, മുറപ്പെണ്ണ് സൗദാമിനിയൊക്കെ തന്നെ, പക്ഷെ നീ കെട്ടുന്നത് വേറൊരു പെണ്ണിനെ. അയ്യോ, അതെന്തൊരു പരിപാടിയാ അമ്മേ? എന്നോട് ഈ ചതി ചെയ്തരു. എന്താ? കുഞ്ഞുനാള് മുതലേ ഉള്ളിൽ കുത്തി നിറച്ച് വെച്ചേക്കുവാ. കുത്തി നിറക്കാൻ നീ എന്താ തലേണയാണോ? ഈ സൗദാമിനി എനിക്കുള്ളതാന്ന് നിങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിൽ കയറ്റി വെച്ചേക്കുവല്ലേ. മക്കളെ വിഷമിക്കാതെ, അതിപ്പോ നമ്മള് സമ്മതിക്കൊണ്ടല്ലോ, അമ്മാവനും കൂടെ സമ്മതിക്കണ്ടായോ? അമ്മാവനോട് മര്യാദക്ക് സംസാരിച്ചായിരുന്നേ അമ്മാവൻ അവളെ എനിക്ക് കെട്ടിച്ചു തന്നേനെ. എടാ, ഞാൻ വീട്ടിൽ പോയി ചോദിച്ചെന്ന്, അയാൾ ഒറ്റക്കാലം നിന്നോണ്ട് പറയുക നിനക്ക് കെട്ടിച്ചേരത്തില്ലെന്ന്. അമ്മാവൻ നിക്കട്ടോണ്ടിരുന്നപ്പോഴാണ് നമ്മ പോയി സംസാരിച്ചത്. അതല്ലെന്ന്, അയാൾക്ക് അതുപോലെ വാശിയാ നിനക്ക് കെട്ടിച്ചേരത്തില്ലെന്ന്. അല്ല, വാശി പിടിക്കാനും കാര്യമുണ്ട്. ആ പെണ്ണിന് വിവരം വിദ്യാഭ്യാസം ഉണ്ട്. എടാ, നീ കോളേജിൽ പോയിട്ടുണ്ടോ? ആ പെണ്ണ് പോയിട്ടുണ്ട്. ഞാനും കോളേജിൽ പോയിട്ടുണ്ട്. ആ, നീ പോയിട്ടുണ്ട്. അവളെ കൊണ്ടാക്കാനും തിരിച്ച് വിളിച്ചോണ്ട് വരാന്. അല്ല, നീ പോയിട്ടുണ്ടാ? അമ്മേ, കോളേജ് അടച്ചു കഴിഞ്ഞപ്പോ ഞാൻ പെയിന്റ് പണിക്ക് പോയില്ലായിരുന്നു. പിന്നെന്തുവാ? ആ, ഇതാ ഞാൻ പറഞ്ഞ നിനക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലെന്ന്. ഞാൻ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ അവളെ തന്നെ കെട്ടും. അമ്മേ, ഞാൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതിനകത്തൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് എന്നോട് ചോദിക്കത്തില്ലയോ അച്ചാച്ചൻ കാമുകയെ തേച്ചത് എന്തിനാണ്? ചോദിക്കത്തില്ലയോ? മാത്രമല്ല, ഉള്ളിലൊന്ന് വെച്ചിട്ട് മറ്റൊന്നിനെ ഞാൻ എങ്ങനെ സ്വീകരിക്കും അമ്മേ? റിമോട്ട് കണ്ടായിരുന്ന ഈ സീരിയൽ അങ്ങ് നിർത്തി വെക്കാറുണ്ട്. സീരിയൽ നിന്റെ ഉള്ളിൽ ഒന്ന് ഒതുക്കിക്കൊണ്ട് നിനക്ക് മറ്റൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇല്ല, ഇന്നലെ വൈകിട്ട് നീ ആ രഘുവിന്റെ വീട്ടിൽ പോയി ആദ്യം ബ്രാഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കഴിഞ്ഞ് വിനോദിന്റെ വീട്ടിൽ പോയി നീ വിസ്കി കഴിച്ചു. അപ്പൊ ഉള്ളിലൊന്ന് ഒതുക്കിക്കൊണ്ട് മറ്റൊന്ന് സ്വീകരിക്കാൻ നിനക്ക് പറ്റും. ഞാൻ അടിച്ച ബ്രാൻഡൊക്കെ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായമ്മേ? എടാ, വീട്ടിൽ വന്ന് നീ അമ്മച്ചിയേന്ന് വിളിച്ചു പോയപ്പോഴേ ആദ്യം വന്ന് കഥവ് തുറന്ന് കയറിയത് നീ അടിച്ചതിന്റെ ബ്രാൻഡ്. അത്രയൊക്കെ ഉണ്ടായിരുന്നു നിന്റെ ബ്രാൻഡിന്റെ മണം. അപ്പൊ തന്നെ ഞാൻ കത്തിച്ചു വെച്ച 3 സാമ്പ്രാണിത്തിരിയാ ഈ വീട് വിട്ട് വളക്കിട്ടിറങ്ങി പോയത്. അമ്മ, അത് ഈ കൂട്ടുകാരൊക്കെ നിർബന്ധിക്കുമ്പോ ഇച്ചിരി. എടാ പൊന്നുമോനെ, നീ കാണത്തില്ലയോ, ഞാൻ എന്നും നിലകളൊക്കെ കത്തിച്ചു വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ദൈവം കേക്കത്തില്ല. അടുത്ത് തന്നെ ഞാൻ പോലും കേട്ടിട്ടില്ല മുട്ടം ഫീഡ്ബാക്ക് ഉണ്ടായിട്ട്. കാണാൻ പറയാതിരിക്കുന്ന ദൈവം. കളിയാക്കുന്നോടാ? അമ്മ അടിക്കല്ലെന്ന് നീ കണ്ടിട്ടില്ലയോ? നിലവിളക്ക് കത്തിച്ചു വെച്ച് തൊഴുകയോടെ ഞാൻ ഇങ്ങനെ ഒരു നിപ്പുണ്ട്. അമ്മ പ്രാർത്ഥിക്കുന്നായിരുന്നു. ഞാൻ വിചാരിച്ചു നിലവിളക്കിന്റെ കൂമ്പിന്റെ ലെവൽ നോക്കുമായിരിക്കും. ഇല്ല, നിന്റെ ചെറുക്കുട്ടിയുടെ ലെവല് കാണത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. അമ്മ, എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച പെണ്ണിനെ നീ ഒന്ന് കാണണം. എന്തോ സൗന്ദര്യം കണ്ടതാ ഇവളെ. അല്ലല്ലോ, തത്തമ്മ പോലൊരു പെണ്ണ്. എനിക്ക് വേണ്ട. എന്താ? എനിക്ക് കല്യാണം കഴിഞ്ഞൊരു പനന്തത്തെ കുഞ്ഞിനെ തൊട്ടിലിട്ടാട്ടാനെ കൊണ്ട്. അതല്ല, അവിടെ മുടി കാണണം. മുട്ടി വരെ മുടിയാടാ. അപ്പൊ ഇരട്ടി ചെലവാ. എന്താ? തല വെക്കാനും മുട്ട വെക്കാനും ഞാൻ മുല്ലപ്പൂ വാങ്ങിക്കേണ്ടി വരും. അതല്ല, അവിടെ മുടി മുട്ടോളം കിടപ്പുണ്ട്. അങ്ങനെ മാത്രമല്ല, വീട്ടിലെ അല്ലൽ അറിഞ്ഞു നടന്ന ഒരു പെൺകുഞ്ഞ്. ഞാൻ നോക്കിയപ്പോ അവിടെ പാന്റ് ഈ മുട്ടിന്റെ ഇവിടുന്ന് ഇങ്ങനെ കീറി കിടക്കുന്ന, അവിടെ ആ ഉടുപ്പ് തോളിന്റെ ഇവിടുന്ന് ഇങ്ങനെ കീറി കിടക്കുന്ന. എന്നിട്ടും വീട്ടുകാരോട് പറഞ്ഞില്ല നല്ലൊരു തുണി മേടിച്ചു തരാൻ. ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? അത് പട്ടിണി കൊണ്ട് കീറി പറഞ്ഞതല്ല, അതിപ്പോഴത്തെ ഫാഷനാ പിള്ളേർ. എന്നാലും അവളെ കെട്ടിക്കൊണ്ട് വരാൻ നമുക്ക് ലാഭമാണ്. ഇവിടെ വന്ന് എന്ത് കൊടുത്താലും ഏത് കീറി പറഞ്ഞു കൊടുത്താലും അവള് ഇട്ടോളല്ലോ. അതൊക്കെ പോട്ടെ, എവിടെ നിന്ന് കണ്ടു ഈ പെണ്ണിനെ? അതെ, ഞാൻ ഇന്നലെ മീൻ മാർക്കറ്റിൽ പോയില്ലേ, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അമ്മ എനിക്ക് കണ്ടുവച്ചത് ആടേലും മോളയാണോ ചന്തയിലെ ചാളയാണോ? അവിടെ വന്നായിരുന്നു.
ഉണ്ടായിരുന്നു. ഞാൻ 50 രൂപയുടെ അയില മേടിച്ചു. പെണ്ണ് അതും 50 രൂപയുടെ അയില മേടിച്ചടാ. ഞാൻ ചോദിച്ചു മോക്ക് അയില ഇഷ്ടമാണോ? അവള് പറയുമ്പോ അവക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്റെ അതേ മനസ്സല്ലോടെ അവക്ക്. അവള് നല്ല ചെമ്മീനോ ഞണ്ടോ വല്ല മാച്ചായിരുന്ന അമ്മ എന്തോ ചെയ്തേന്. അപ്പൊ അവിടെ മനസ്സ് നോക്കിയിട്ട് കാര്യമില്ല, എന്റെ പേഴ്സിന്റെ അകം കൂടെ നോക്കണം ഞാൻ. അമ്മ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ കെട്ടത്തില്ല വേറൊരു പെണ്ണിനെ, അതെന്റെ വാശിയാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഈ പുളി പൊങ്ങിയ വീട്ടിൽ, പുളിച്ചു പൊങ്ങിയ വീട്ടിൽ, അല്ല പുളി ചരിഞ്ഞ വീട്ടിൽ, അത് നമ്മുടെ വീട്ടിൽ വരുന്നോ? പുളി ചരിഞ്ഞു കിടക്കുന്നതിൽ ആ വീട്ടിൽ സുഭദ്ര പറയുന്നു, നിന്റെ മുറപ്പെണ്ണ്, അതായത് എന്റെ ആങ്ങളയുടെ മകളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റെ കല്യാണം നടത്തും. ഇതെന്റെ വാക്യ. കണ്ടുപിടിയടാ, അമ്മയുടെ വിരലിന്റെ അറ്റ ഒടിഞ്ഞെന്നാ തോന്നുന്നത്. അമ്മ നമുക്ക് പോയി വിരലെല്ലാം പ്ലാസ്റ്റർ ഇട്ടോണ്ട് വരാം. പ്ലാസ്റ്റർ ഇടുവോ? പിന്നെ 4 വിരലെല്ലാം ഒടിഞ്ഞല്ലേ. അങ്ങനെ അങ്ങ് പോകണ്ട, എനിക്ക് ഇങ്ങനെ ചോറ് വരുത്തിന്നാ പറ്റത്തില്ല. അപ്പോഴും നെറ്റിക്കാരി മാത്രമേ ഉള്ളൂ ഇവർക്ക്. അത് വിട, നാളെ കുറി അടിക്കണം. അതെന്തിനാ നാളത്തേക്ക് ആക്കുന്നേ? ഇപ്പൊ തന്നെ നെറ്റിക്ക് അടിച്ചിട്ടുണ്ടല്ലോ ഒരു മൾട്ടി കളർ കുറി. ഇതാണോ പറഞ്ഞത്? കല്യാണ കുറി അടിക്കണം. അറിയാതെ നമുക്ക് തിളക്കമുള്ള ഗണപതി പാപ്പയുടെ ഫോട്ടോ തന്നെ കല്യാണത്തിന്റെ ഫ്രണ്ടിൽ വെക്കാം. എനിക്ക് വേണ്ടതല്ലേ. എടാ, കല്യാണ കുറിയും കൊണ്ട് നീ തന്നെ വേണം അമ്മാവിന്റെ വീട്ടിൽ പോയി വിളിക്കാൻ. ആ കുറി കണ്ടിട്ട് അങ്ങേര് ഞെട്ടണം ഞെട്ടണം ഞെട്ടണം. അതെന്നാ ഞാനും പറഞ്ഞത്. ഇവിടെ ആരുമില്ലേ? അമ്മ മുറ്റത്തൊരു ചുമ വന്ന് നിൽക്കുന്നു. പോടാ, അത് നിന്റെ അമ്മാവനാ. അപ്പൊ വെറും ചുമയല്ല, വില്ലൻ ചുമ. ഇയാളെന്താ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? നമ്മുടെ വീട്ടിൽ കുറെ നാള് കഴിഞ്ഞ് വരുമല്ലോ, അങ്ങനെ പറയരുത്. എനിക്ക് ഇയാളെ കണ്ണിന് പിടിക്കത്തില്ല. എനിക്ക് ഇയാളെ കാണുക വേണ്ട. ഞാൻ മുറിക്കകത്ത് പോവാ. എന്നിട്ട് ഞാൻ വാതിലിനിടെ കൂടെ കണ്ടോളാം. എനിക്ക് വയ്യ. ചുമച്ചു കഴിഞ്ഞായിരുന്ന ഡയലോഗ് ഒന്ന് പറയായിരുന്നു എനിക്ക്. ഞാൻ ചുമ നിർത്തിയ മറ്റൊരു അവസരം ഞാൻ കളയുന്നില്ല. എന്താ അവിടെ തന്നെ അങ്ങ് നിന്നത്? അകത്തോട്ട് വരാം. അന്തസ്സും ആവുജാത്തി ഉള്ളവർക്ക് കേറി വരാൻ പറ്റുമോടി ഇതിനങ്ങോട്ട്? ആരാ ഈ പറയുന്നേ? ഞങ്ങളുടെ അപ്പൂപ്പന്റെ ബലിച്ചോറ് ഫ്രിഡ്ജിനകത്ത് കയറ്റി പിറ്റേന്ന് തിളപ്പിച്ചൂറ്റി അത് മീൻചാറ് കൂട്ടി തിന്നവനാ ഈ പറയുന്നത്. ആഭിജാത്യം. അത് ഞാൻ നല്ലത്. സുഭദ്രേ, എന്താ സുഭദ്രന്ന് വിളിച്ചപ്പോ എന്നെ നാക്കിന് തുമ്പ് അങ്ങ് പെരുത്തറി. എന്നാലും അങ്ങനെ വിളിച്ചല്ലോ. നീ മാത്രമല്ലടി, ഞാനും തിന്നിട്ടുണ്ട് ആപ്പിള്. പക്ഷെ ഇതുപോലെ ഒളിപ്പിച്ചു വെച്ചല്ല തിന്നത്. ആപ്പിള് നിന്നല്ല, ഞാൻ എന്റെ വിഷമം ഉള്ളിൽ ഒതുക്കിയതാ. ഇത്രയും നാൾ എവിടെ ആയിരുന്നു? പതിവില്ല, എന്താ ഇങ്ങോട്ട് വന്നത്? 2-3 ദിവസം കൊണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. പറമ്പിൽ 3-4 പെണ്ണുങ്ങൾ പണിക്ക് നിൽപ്പണ്ടേ. പണിയെല്ലാം നോക്കിക്കണ്ട് ചെയ്യുമായിരുന്നായിരിക്കും. എന്നെ എന്റെ കെട്ടിയോള് മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കുമായിരുന്നു. ജനലീക്കട തത്തമ്മയ്ക്ക് ചോറ് കൊടുക്കുന്ന പോലെ അവള് തന്നോണ്ടിരുന്ന എനിക്ക് ചോറ്. നാത്തും വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു ഈ കാര്യമോ? അല്ല, ഈ കാര്യമല്ല, മുട്ടിനെന്തോ മേലഴിക വയ്യാന്ന് മറ്റോ പറഞ്ഞല്ലോ. അത് ഓർക്കാപ്പുറത്ത് എനിക്കൊരു അടി കിട്ടിയതാടി. ആറേന്ന് എന്റെയും തന്നെ. നിങ്ങൾക്ക് അത്ര കെറുവായിരുന്നോ നിങ്ങളോട്? അതല്ല, ഈ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാലേ, മിനിഞ്ഞാന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോഴേ എന്റെ മുട്ടിന് ഇച്ചിരി നീര് വന്ന് വീർത്ത് ബലൂണ് പോലും വീർത്ത് ഈ വലിപ്പം അങ്ങ് ആയി. മുട്ടെനിക്ക് നൂർക്കാൻ പറ്റത്തില്ല. ഞാൻ കിടന്നുറങ്ങുക. നേരം വെളുത്ത് കണ്ണു തുറന്ന് നോക്കിയപ്പോ ഈ മുട്ടിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു അവളെന്നെ മടി കയറി അങ്ങോട്ട് തിരിഞ്ഞിരിക്കാന്ന് വിചാരിച്ചിട്ട് പുറം കണി കാണിക്കുന്നു. എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ട് മുട്ടുവേദന? ഇപ്പൊ രാവിലെ ഞാൻ എന്നിട്ട് ഈ മുട്ട കുഴമ്പിട്ടിരുന്നപ്പോ മുട്ട എന്നോട് പറയാ വേദന മാറി, വാ നിങ്ങളുടെ പെങ്ങളെ വീട്ടിൽ പോയി വടക്കൊണ്ടാക്കാമെന്ന്. അങ്ങനെ ഈ മുട്ടിലെ നിർബന്ധത്തിലാണ് ഞാൻ വന്നത്. ആങ്ങളെ എന്തോ പറഞ്ഞ വഴക്കുണ്ടാക്കാന്നില്ലയോ? ഈ പെങ്ങളോട് തന്നെ അത് പറയണം. ആങ്ങളയുടെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പാതി വഴി പഠനം ഉപേക്ഷിച്ചവളാ ഈ പെങ്ങള്. 2ാം ക്ലാസ്സിൽ വെച്ച് എന്റെ പഠനം നിർത്തിയ എനിക്ക് വേണ്ടിയാണ് പോലും അംഗനവാടി വെച്ചുകൾ പഠിത്തം നിർത്തിയത്. അതൊക്കെ ഇരിക്കട്ടെ. ഈ കൊല്ലം തെങ്ങിലുണ്ടോ? ഉണ്ട്. തേങ്ങ ഉണ്ടോ? ഈ കൊല്ലം തെങ്ങിനകത്ത് 4 മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇരിക്കട്ടെ. എന്റെ മോനും കൂടെ അവകാശപ്പെട്ടതാ തെങ്ങിലേത്. അവനോട് വന്നിടത്തോണ്ട് 3 കാക്കക്കൂടി ഇരിപ്പുണ്ട് അവിടെ. അതല്ല, തേങ്ങ അവന് കൊടുക്കണം. അവന് വേണ്ടി ഞാൻ തെങ്ങ് നിർത്തിയിട്ടുണ്ടോ? ഈ മണ്ട പോയ തെങ്ങ് അതി വന്ന് വലിഞ്ഞു കയറാ. എന്റെ മോൻ മരംകൊത്തി അല്ല. മരംകൊത്തിയല്ല, അവൻ വായി നോക്കി. എന്റെ മോൻ വായി നോക്കിയാ താങ്കൾക്ക് എങ്ങനെ അറിയാം? കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഞാനൊരു ആവശ്യമായിട്ട് ചെന്നപ്പോൾ ഇവൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വായി നോക്കി നിൽക്കുന്നു അവൻ. അത് കഴിഞ്ഞ് കൊല്ലം ടൈറ്റാനിയത്തിൽ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ഞാൻ ചെന്നപ്പോൾ കുണ്ടറയിൽ വായി നോക്കി നിൽക്കുന്നു അവൻ. അത് കഴിഞ്ഞ് കോഴിക്കോട് ബീച്ചിൽ ഞാനൊരു കല്യാണം ആവശ്യമായിട്ട് ചെന്നപ്പോൾ ബീച്ചിൽ വായി നോക്കി നിൽക്കുന്നു അവൻ. പിറ്റേ ദിവസം ഞാൻ പാലക്കാടൊന്ന് ചെന്നു. എന്തോ ആവശ്യത്തിനാ? അവിടെ ഇവനും വായി നോക്കി നിൽക്കുന്നുണ്ടോ നോക്കാൻ. എന്നിട്ട് അവനെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ പിന്നെ അവിടെ എല്ലാം വായി നോക്കിട്ട് തിരിച്ചു പോന്നു. എല്ലാവർക്കും മനസ്സിലായാലും ആരാ ശരിക്കും വായി നോക്കിയെന്ന്. എവിടെ അടി നിന്റെ ബുദ്ധിമാനായ മകൻ? ആങ്ങളെ തന്നെ പറയണം ഇപ്പൊ എന്റെ മോന് ബുദ്ധി ഉണ്ടെന്ന്. അവന് ഭയങ്കര ബുദ്ധിയാ. നിന്നെ എന്നെ മാത്രം ഇവിടെ നിർത്തി പുഴുക്കാൻ നിർത്തിയിട്ട് അവനകത്ത് നിന്ന് ചിരിക്കും അല്ലോടി. സുനിയേ, അമ്മാവൻ വിളിക്കുന്ന സുനിയേ. എന്താണ് എന്റെ മുഖത്ത് നോക്കാൻ നിനക്കൊരു മടി? ഞാൻ നോക്കുന്നില്ല. എന്താ നിനക്ക് നോക്കിയാൽ ഞാൻ ചിരിക്കും.
അമ്മാവ ഈ വായും കൊണ്ട് ഊതുന്ന സാധനമൊക്കെയാണ് ഈ മൂക്കും കൊണ്ട് ഊതുന്നത്. എന്തുവാ ഇത് മൗത്ത് ഓർഗണല്ലേ? മൗത്ത് ഓർക്കണല്ല, ഇതെന്റെ മീശ. എവിടെ ചെന്നാലും ഞാൻ ഈ മീശ പരിചയപ്പെടുത്തി കൊടുക്കണം. വന്ന് ഞാനിപ്പോ മീശയുടെ ആങ്കറായി മാറിയേക്കുക. അമ്മാവ ഞാൻ എന്ത് തെറ്റാ അമ്മാവനോട് ചെയ്തത്? അമ്മ സൗദാമിനി എനിക്ക് താ അമ്മാവ. എന്റെ മോളെ അച്ചാറിട്ട് വെച്ചാലും തൊട്ട് നോക്കാൻ പോലും ഞാൻ നിനക്ക് തരത്തില്ല. അമ്മാവ ചെറുപ്പം മുതൽ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞല്ലേ എന്ത്? സൗദാമിനിക്കുള്ളതാ സുനിന്ന്. അങ്ങനല്ല ഞാൻ പറഞ്ഞേ, സദാ പനിയുള്ളവനാ സുനീന്നാ ഞാൻ പറഞ്ഞത്. അമ്മാവ മറ്റുള്ള പിള്ളേരുടെ കൂട്ടൊന്നും അല്ല ഞാൻ. അമ്മയോട് ചോദിച്ചാലറിയാം, നാട്ടിലെ ചെറുപ്പക്കാരോട് ഞാൻ വെളിയിലൊന്നും കറങ്ങാൻ പോകത്തില്ല. നേരം വെളുത്ത് ഉറങ്ങുവോളം ഈ മുറിക്കകത്ത് വാതിലും പൂട്ടിയാ ഞാൻ ഇരിക്കുന്നത്. അതിനോട് വൈഫൈയുടെ ബില്ലടച്ച് ഞാൻ നിനക്ക് ഇത് വേണം, ഇത് വേണം. അതുകൊണ്ട് തന്നെ ഇതിന് ആർക്കും കൊടുക്കാത്തത്. ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്, എനിക്ക് ഇത് വേണം. ഇവനെ എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ച് കളയണേ. ഏട്ടാ എന്റെ അമ്മയുടെ അനാവശ്യ വർത്തനം എന്താ എത്ര നേരം കൊണ്ട് ഞാൻ പല്ല് കടിച്ചിരിക്കുവോ? അമ്മാവനല്ലേ ഇത്? കുമ്മാവൻ. അമ്മാവനോ? നിനക്ക് അമ്മാവൻ എന്ന് വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ പേര് വിളിക്കണം. എന്തുവാ? ത്രിവിലോചനൻ. എന്താ പേരാ അമ്മാവ? അത് ഞാൻ മനഃപൂർവ്വം ഇട്ടതാ. എനിക്കറിയാം, തെറ്റിച്ച് പറഞ്ഞിട്ട് കൗണ്ടറാക്കാനല്ലേ? അതല്ലെന്ന്. എടാ കടം വാങ്ങിച്ച ആൾക്കാർ എന്റെ പേര് പറയാൻ അറിയാത്തതുകൊണ്ട് എന്റെ വീട് കണ്ടുപിടിക്കത്തില്ല. അതിനുള്ള ഐഡിയ ആണ് ഈ പേരിട്ടേക്കുന്നത്. വലിയ വീരവാദം, അന്തസ്വാഭിജാത്യം. ഇപ്പൊ നാട്ടുകാരെ കടം വാങ്ങിച്ച് നടക്കുക. എടാ എനിക്കങ്ങനെ കടം വാങ്ങിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പണ്ട് വേണ്ട മീശ പറക്കും. ഞാൻ പണ്ട് ഗൾഫിൽ ചെന്നിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്. നിങ്ങൾ ഗൾഫിൽ പോയതുകൊണ്ട് ആർക്ക് എന്താ പ്രയോജനം മനുഷ്യ ഉണ്ടായത്? ഈ വീട്ടുകാർക്കോ എന്റെ അമ്മയ്ക്കോ കൂടെ പിറപ്പുകളോ ഉണ്ടായോ? എന്തിനധികം പറയുന്നു? അമ്മേ എനിക്കന്ന് 5 or 6 വയസ്സ് പ്രായമുണ്ട്. അമ്മയ്ക്ക് അറിയുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇല്ലടാ, കാരണം ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. കണ്ടോ, അമ്മയ്ക്ക് പോലും അറിയത്തില്ല. എനിക്ക് ആ പ്രായം ഉള്ളപ്പോഴാണ് അമ്മാവൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് ലീവിന് വന്നത്. എന്നിട്ട് സാധാരണ കൊണ്ടുവന്ന് എന്തോന്നറിയാമോ? ഇങ്ങനെ തറയെ കൂടെ ഉരയ്ക്കുമ്പോ പുറകെ കൂടെ തീപ്പൊരി പോകുന്ന കാറ്. അത് കണ്ട് കൊതിയോടെ ഞാൻ ചോദിച്ചു, അമ്മാവാ എനിക്കൊന്നതാ ആ തീപ്പൊരി ഞാനൊന്ന് കാണട്ടെന്ന്. ഇയാൾ എന്നെ പിടിച്ച് തറയിൽ ഉറച്ചു കളഞ്ഞു. അതിന് കാരണമുണ്ട്. ഇങ്ങനെ തറയെ പിടിച്ച് ഉരയ്ക്കുമ്പോ മൂട്ടിക്കൂടെ തീപ്പൊരി പറത്തിയ ആ കാറിന്റെ നൊമ്പരം നീ എന്ന് അറിയണമായിരുന്നടാ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്. അതങ്ങ് പോട്ടെ, എന്തൊക്കെ തിന്നാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. പിസ്ത തിന്നോണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം എനിക്കൂടെ പിസ്ത തരാൻ പറഞ്ഞപ്പം ആ പിസ്തയുടെ തോടെടുത്ത് കോമ്പല് പോലെ വെച്ച് കാണിച്ചെന്നെ പേടിപ്പിച്ച് ഇയാള്. നിനക്ക് പിസ്ത തിന്നണമെങ്കിൽ ഗൾഫിൽ പോകണമായിരുന്നു. അതെന്തൊരു വർത്തമാനമാങ്ങളെ. എന്റെ മോൻ ഗൾഫിൽ പോയത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ അറിയില്ല. 1.5 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ എന്റെ മോനെ ഗൾഫിൽ വിട്ടായിരുന്നു. 1 മാസം തികച്ചാൻ അവിടെ നിൽക്കുകയും ചെയ്താൽ. 1 മാസം എന്തിനാടി അവൻ അവിടെ നിന്നത്? 1 കിലോ പിസ്ത മേടിക്കാൻ. എന്താ ചിരി നിർത്താത്തെ? ആദ്യം തോളിന്റെ അനക്കം നിൽക്കട്ടെ. അമ്മാവാ ഞാൻ അവസാനമായിട്ട് ചോദിക്കുവാണ്. അപ്പൊ ക്ലൈമാക്സ് എടുത്ത് നിർത്താൻ പോകുന്നു. അല്ലെന്ന് സൗദാമിനി എനിക്ക് തരാൻ പറ്റുമോ? തരാൻ പറ്റത്തില്ല. അമ്മേ ഈ അമ്മാവൻ എന്താ അമ്മ ഇങ്ങനെ തുടങ്ങുന്നേ? പോട്ടറ, നിനക്ക് എന്താടാ വിഷമം? അമ്മേ അവൾ ഇപ്പോഴും ഇവിടെ ഇരുന്ന് വിങ്ങുവാ. അമ്മേ വെള്ളം കൊടുക്കണേ. അവല് വിട്ടിരിപ്പുണ്ടെന്ന്. അവളല്ല, അവളെ സ്നേഹം ഇവിടെ ഇരുന്ന് വിങ്ങുവാന്ന്. ഇങ്ങനെ പറഞ്ഞാൽ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കത്തില്ല. ആങ്ങളെ പഴയതെല്ലാം ആങ്ങളെ അങ്ങ് മറക്ക്. പഴയതെല്ലാം ഞാൻ മറന്നു. ഇനിയിപ്പോ എന്താ പറയുന്നത് ഞാൻ ആലോചിക്കുന്നത്. വാശി എടുത്താൽ ഞാനും വാശിയാ. നിങ്ങളുടെ മോളെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ മോന്റെ കല്യാണം നടത്തിയിരിക്കും. സുഭദ്രേ, ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാം. പോക്കറ്റ് കീറിയതാണ്, ഞാൻ അറിഞ്ഞില്ല. വായിച്ചു നോക്കണേ. ഇതാട്ടെ വായിച്ചു നോക്ക. ഇതിനകത്തായിരിക്കുന്നത് എടുക്കാൻ മടിയായിരിക്കും ഇല്ലയോ? എനിക്ക് ഭയങ്കര അതിശോക്തിയായി. സൗദാമിനിയുടെ കല്യാണക്കുറി പറഞ്ഞാരാന്ന് നോക്കമ്മേ. വരൻ വരുൺ. നിന്റെ കൂട്ടല്ല അവൻ. അവനൊരുപാട് കാശുള്ള ചെറുക്കനാ. അവന്റെ വീടിന് മുറ്റത്ത് കാറുകൾ നിരന്ന് കിടക്കുക. വീട്ടുപേര് കാർ ഷോറൂം വല്ലോ ആണോ? അങ്ങനല്ല എടി, അവന് ഞാൻ കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? 10 ലക്ഷം രൂപയും ഒരു ബീൻസും കൊടുക്കും. അന്നേ 1 കിലോ തികച്ചാ കൊടുക്ക്. എന്തോ ബീൻസ് പറഞ്ഞു. എടാ മണ്ട, ഇനി വന്ന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടാ ഈ മുൻവശത്ത് വട്ടത്തിനകത്ത് നക്ഷത്രം ഇരിക്കുന്ന ഒരു വണ്ടിയുടെ പേരുണ്ടല്ലോ, ഇങ്ങനെ തെളിയിക്കുന്നത് ബെൻസ്. അതാ ഞാൻ ആ കൊച്ചിന് കൊടുക്കുന്നത്. അറിയോ? അതും കണ്ട് ഞാൻ വായിച്ചേപ്പിക്കാം. എന്നിട്ട് ബാക്കിയുടെ ഞാൻ വായിച്ചേപ്പിക്കാം. വായിക്കാൻ മടിയല്ലേ? വരുന്ന ചിങ്ങം 14-ാം തീയതി രാവിലെ 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭ കൊച്ചിനെ ഊതിപ്പുറത്ത് വന്നോ മുഹൂർത്തത്തിൽ അമ്മയും മോനും അങ്ങ് വരണം. മൂക്കുമുട്ട തിന്നിട്ട് അങ്ങോട്ട് പോണം. സുഭദ്രേ, ഞാനങ്ങോട്ട് ഇറങ്ങട്ടേടി. അമ്മാനോ നിന്നേ. എന്താടാ മാറമേ, എന്താടാ മാറിക്കമ്മേ അങ്ങോട്ട്. 5 ഡയലോഗ് അടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാന്ന് വിചാരിച്ചോ? നീ തന്നെ വിടത്തില്ലേ? അമ്മ ഞാൻ തലമുറ പറഞ്ഞേ. അമ്മാവൻ സുഭദ്രയുടെ കല്യാണം നടത്തൂല്ലേ? നടത്തൂടാ. അമ്മാവൻ നോക്കിക്കോ, സുഭദ്രയുടെ കഴുത്തിൽ താലി വീഴുന്ന ആ നിമിഷം തന്നെ ഞാൻ ഉത്തരത്തെ തൂങ്ങും. ഏത് ചോദ്യത്തിന്റെ? ചോദ്യത്തിന്റെ ഉത്തരത്തിലല്ല. പിന്നെ
ഈ വീടിന്റെ ഉത്തരത്തെ ഞാൻ തൂങ്ങും. അമ്മാവന്റെ പേര് എഴുതി വെക്കും. അമ്മാവൻ അകത്ത് പോവും. ആങ്ങളെ ഇവൻ പറഞ്ഞു കേട്ടോ, ആങ്ങളയുടെ പേര് എഴുതിട്ട് ഇവൻ തൂങ്ങുമെന്ന്. തൂങ്ങട്ടെ, അവൻ തൂങ്ങട്ടെ അവന്. ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തോ പേടിയില്ലാത്തത്? നീ തന്നെ പറഞ്ഞ് എന്റെ പേര് എഴുതി വെച്ചിട്ട് നീ തൂങ്ങുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ത്രിവിലോചനം നിന്നെ എഴുതി കാണിച്ചേടാ. കല്യാണത്തിന്റെ തലേന്നെ ഞാനും അമ്മയും കൂടെ അങ്ങ് വരുന്നോണ്ട് എന്തോലും വിരോധം ഉണ്ടോ അമ്മ? ഒരു വിരോധമില്ല, രണ്ടുപേരും കൂടെ നേരത്തെ വന്നേക്കണം. അതാ നല്ലത്. അതാ നല്ലത്.